ചെറുപ്പത്തിൽ പള്ളി ദർസിൽ കിതാബ് ഓതാൻ പോയപ്പോൾ എൻ്റെ തലക്ക് വഹാബിസം കുടുങ്ങി പറ്റി. മാവൂരിനടുത്ത കുറ്റിക്കടവ് പള്ളി ദർസിൽ മഹാനായ ഉസ്താദ് ഷേഖുന അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ആ മഹാന്റെ ദർസിലാണ് ഞാൻ ആദ്യം ഓതാൻ പോയത്. ആ ശിഷ്യത്വം എനിക്ക് വളരെ ഫലം ചെയ്യും. ആ മഹാന്റെ പ്രാർത്ഥന കൊണ്ടാകും എനിക്ക് തിരിച്ചു വരാൻ ഭാഗ്യം ലഭിച്ചത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. മഖദൂമിയാണ്, തിരൂരങ്ങാടി സ്വദേശിയാണ്. പേര് കേട്ട താനൂർ ശൈഖിൻ്റെ പൗത്രനാണ്. പക്ഷേ എൻ്റെ കൽബിൻ്റെ ഉള്ളിലേക്ക് വഹാബിസം കയറി വന്നു. വഹാബിസം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന മുജാഹിദിസത്തിൻ്റെ പകുതിയാണ്, ഫുൾ ഇല്ല. അപ്പൊ ഏത് ഏറ്റവും പഴച്ചത്? വഹാബിയേക്കാൾ പഴച്ചതാണ് മുജാഹിദ് എന്നർത്ഥം. എന്താണ് അവർ കൊണ്ടുവന്നതെന്നല്ലേ? അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഏതെങ്കിലും ഒരു സമയത്തൊരു സഹായം ചോദിച്ചാൽ ആ ചോദിക്കൽ ശിർക്കാണ്, സഹായം ചോദിക്കുന്നവൻ കാഫിറായി. അപ്പൊ മുഹീദ്ദീൻ ശേഖ് രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നൊക്കെ ഒരു ശൈലി മുസ്ലിമീങ്ങളുടെ മുമ്പേ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞവൻ കാഫിർ. പോരെ സമുദായം പിളരാൻ? മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകാൻ ഇനി വേറെ വല്ലതും വേണം? ഒരു മുസ്ലിം സഹോദരനെ എന്ത് ചീത്ത പറഞ്ഞാലും അവൻ ക്ഷമിക്കും. അവന്റെ മുഖത്ത് നോക്കി അവനെ വാപ്പനെ അധിക്ഷേപിച്ചാൽ പോലും ചിലപ്പോൾ ക്ഷമിക്കും. പക്ഷെ കാഫിർ എന്നങ്ങാനും പറഞ്ഞാൽ ഉടനെ കിട്ടുവടി. അത്ര വെറുക്കപ്പെട്ടതാ. അതാണ് സുന്നികളുടെ നേരെ ഇവർ പ്രയോഗിക്കുന്നത്. സുന്നികളൊക്കെ കാഫിറുകളാണ്. പക്ഷേ ചെറുപ്പത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് വായിച്ചു പഠിച്ച് മുന്നോട്ട് പോയപ്പോ അവരുടെ തന്നെ ചില കിതാബുകൾ കണ്ടു, വഹാബികളുടെ. അതിലൊരു സ്ഥലത്ത് സുന്നികളെ ഉദ്ദേശിച്ച് പറയാണ്, അമ്മാമൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, വല്ലവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ അവൻ മുസ്ലിം ആയിക്കൊള്ളണം എന്നില്ല. ഫഹുവ അലാ ശിർക്കിഹി, അവൻ അവന്റെ ശിർക്ക് വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം യദ്ഉൽ മൗത, മരിച്ചുപോയ ഔലിയാക്കളെ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തിന്? ലിഖളാഇൽ ഹാജാതി, ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുവാൻ. വതഫ്രീജൽ ഖുർബാതി, വിഷമങ്ങൾ നീക്കി കിട്ടുവാൻ. ഇങ്ങനെ വിളിക്കുന്ന ഇവൻ ഫഹുവ കാഫിറുൻ മുശ്രികുൻ ഹലാലുദ്ദമി വൽമാലി, ഹലാലുദ്ദമി, ഇവൻ കാഫിറുമാണ്, മുശ്രിക്കുമാണ്. അവനെ കൊല്ലൽ അനുവദനീയമാണ്, അവന്റെ സ്വത്ത് കവർന്നെടുക്കൽ ജായിസാണ്. ഇവൻ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ശരി, വസാമ നോമ്പെടുക്കുന്നുണ്ടെങ്കിലും ശരി, വസഅമ അന്നഹു മുസ്ലിമുൻ, താൻ മുസ്ലിമാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ശരി. അപ്പോഴാണ് വഹാബിസത്തിന്റെ കട്ടി ശരിക്കും മനസ്സിലായത്. അപ്പോഴേക്ക് എൻ്റെ കൊല്ലം 36 പോയി. 15-ാം വയസ്സിൽ വഹാബിയും 51-ാം വയസ്സിലാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത്. തിരിച്ചു വന്നിട്ട് 25, എല്ലാം കൂടി വയസ്സൊരു 76 കഴിഞ്ഞു. ഏതായാലും ആ തെറ്റിയ കാലത്തെ ജീവിത ദിവസം ഒരു നിലക്ക് ഗുണകരമാണ്. എന്താ, അതിൻ്റെ ഉള്ളറകളൊക്കെ വേണ്ട പോലെ കണ്ടറിയാനും അവരുടെ മനോഭാവം മനസ്സിലാക്കാനും സാധിച്ചു. പിന്നെ ഒരാശ്വാസം എനിക്കുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബ ലഹ്, ഒരു തെറ്റിൽ നിന്നൊരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അൽഹംദുലില്ലാഹ്, അതെന്റെ കഥ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഈ വഹാബിസം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നജ്ദിയാണ് അതിന്റെ സ്ഥാപകൻ. അയാൾ ഇതുപോലെ പണ്ട് സുന്നി ഉസ്താദന്മാരുടെ അടുക്കൽ ഓതിപ്പടിച്ച ആളാണ്. കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ ബുദ്ധി വന്നത് അയാൾക്ക്, വഹാബിസത്തിന്റെ. അങ്ങനെ അയാൾ ഒരു പാർട്ടി ഉണ്ടാക്കി, സുന്നികളെ കാഫിറാക്കി.
എന്ന് മാത്രമല്ല ആയുധമെടുത്ത് സുന്നികളെ ആക്രമിക്കാനും കൊല്ലാൻ. അപ്പൊ സുന്നികൾ വെറുതെ ഇരിക്കുമോ?